മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ഒരാഴ്ചയായി ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ചികിത്സ നടക്കുന്നത്. ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് ഉച്ചയോടെ പുറത്തിറങ്ങിയേക്കും. അരുൺ തന്നെ വിശദാംശങ്ങൾ നൽകും. അരുൺ, ഇപ്പോൾ ദിവസങ്ങളായി അദ്ദേഹം അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മകന്റേതായി വന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അല്പം ആശ്വാസകരമെന്ന് പറയുന്നത്. അതേ നില തന്നെ തുടരുകയാണോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, കഴിഞ്ഞ തിങ്കളാഴ്ച ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് വി.എസിന്റെ ആരോഗ്യനില മോശമാകുന്നത്. അദ്ദേഹത്തെ വീട്ടിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ലോക്കൽ ജംഗ്ഷനിലുള്ള വീട്ടിൽ നിന്ന് SUT ആശുപത്രിയെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഹൃദയാഘാതം സ്ഥിരീകരിച്ചു. വളരെ അതീവ ഗുരുതരാവസ്ഥ വി.എസിന്റെ ആരോഗ്യനില. പിന്നീട് അദ്ദേഹം ആ ഘട്ടത്തിൽ നിന്നൊക്കെ മറികടന്നു. പക്ഷേ ശനിയാഴ്ച വീണ്ടും ആരോഗ്യനില ഉച്ചയോടുകൂടി മോശമാവുകയും അദ്ദേഹത്തെ MRI, ബ്രെയിനിന്റെ തലച്ചോറിന്റെ MRI സ്കാനിംഗ് വിധേയനാക്കുകയും ചെയ്തു. അപ്പോൾ ആ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയൊക്കെ അദ്ദേഹം വന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയിട്ടില്ല. ഇന്ന് മെഡിക്കൽ ബോർഡ് ചേർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും. കാര്യമായ മാറ്റമില്ല, ഗുരുതരാവസ്ഥ തന്നെയാണ്. എന്നെങ്കിലും ഭയപ്പെടാനുള്ള സാഹചര്യം മാറുന്നു എന്നൊരു പ്രതീക്ഷകരമെന്ന ഒരു വിവരമാണ് ആശുപത്രി ലഭിക്കുന്നത്. എങ്കിലും 102 വയസ്സുള്ള നേതാവാണ്, അതിന്റേതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് ആശുപത്രിയിൽ നിന്ന് വെന്റിലേറ്റർ തന്നെ മാറാൻ കഴിയുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ പതിയെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് വലിയ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ചും മകൻ വി. അരുൺകുമാറൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 8 ദിവസം പിന്നിടുന്നു അദ്ദേഹം ആശുപത്രിയിൽ എത്തിയിട്ട്. എത്രത്തോളം അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു എന്ന കാര്യത്തിൽ ഇന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിൽ വ്യക്തമാകും. ഉച്ചയോട് ഒരു 10 കൂടിയായിരിക്കും മെഡിക്കൽ ബോർഡ് ചേരുക. അതിനുശേഷം ഈ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമാകുന്നതിനിടെ BJPയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. രാവിലെ 11:30 പുതിയ സംസ്ഥാന കാര്യാലയത്തിലാണ് കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നുവെന്നും മുതിർന്ന നേതാക്കളെ പോലും അവഗണിക്കുന്നുവെന്നുമാണ് പഴയ ഭാരവാഹികളുടെ ആക്ഷേപം. എന്നാൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നുവെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളും കോർ കമ്മിറ്റിയിൽ ചർച്ചയാകുമെന്നാണ് വിവരം.